നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഈ റിപ്പോർട്ട്? എന്നെ വിളിച്ചതാണ്, ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങനെ അതൊരു പിന്നെ അങ്ങനെ ഗോപ്യമായി വെച്ചിരിക്കുന്ന ആ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയുന്നത്? അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അവരത് പഠിച്ചിട്ട് പറയട്ടെ. എനിക്കില്ലേ, നിങ്ങൾക്ക് ഉള്ള അറിവാണ് എനിക്കും. അങ്ങനെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായെന്ന് അങ്ങനെ പറയും. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത്. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നു, ഒന്ന് ശ്രമിക്കുക. എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. ശരി, താങ്ക് യു വെരി മച്ച്. നടൻ മോഹൻലാലിന്റെ പ്രതികരണമാണ് കേട്ടത്. കേരളം സാഹൂതം വീക്ഷിച്ച പ്രതികരണമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് അതിനുശേഷം അതിന് പിന്നാലെ പ്രമുഖ താരങ്ങൾക്കെതിരെയൊക്കെ തന്നെ ആരോപണങ്ങൾ തുടർച്ചയായി വന്നിട്ടും നടൻ മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. ആ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷവും പ്രതികരണം ഉണ്ടായില്ല. അതൊക്കെ വിവാദം ചുഴിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ഒരു തിരുവനന്തപുരത്തെ പരിപാടിയിലേക്ക് മോഹൻലാൽ എത്തുകയും പിന്നീട് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തത്.